മഴ ചാറുന്നുണ്ട്, കൊടയും കൊണ്ടുപോ. നീ ചെരുപ്പ് ഇട്ടിട്ടില്ലേ? എന്നെ പറ്റി നിനക്ക്? പിന്നെയും കട്ട് ചെയ്തു. അവർക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നുണ്ടാവില്ല. ഹലോ, പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇല്ല, ആലോചിച്ചോ. പക്ഷെ നാളെ വീക്കെൻഡാ. അയാൾ വരും. അതിന് മുന്നേ തീരുമാനിക്കണം. എനിക്ക് സൗകര്യമില്ല. കുറെ കാലം ഞാൻ സഹിക്കുന്നു. നീ എന്നതാടി പറഞ്ഞു? അമ്മ ചോദിക്കുമ്പോ മച്ചു പൊളിഞ്ഞ് ദേഹത്ത് വീണതാന്ന് പറയും അല്ലേ? അതിനെ നീ ഒച്ച വെച്ചാലല്ലേ? നീ എന്തൊക്കെ ആലോചിക്കുന്നത്? ഒന്നുമില്ല. വന്നത് വെറുതെ ആവോ? ഈ പ്ലാൻ നടന്നില്ലേ പിന്നെന്നാ? ഞാൻ അയാളെ കൊന്നാലോ? നടക്കും. അവരാ. ഹലോ, ഞാൻ റെഡിയാണ്. സമ്മതിച്ചു. വീടൊക്കെ പൂട്ടി നമ്മൾ എങ്ങോട്ട് സിതാരയിൽ പോകാൻ പോന്നെ? ഇന്നത്തെ ദിവസം അമ്മയും ദേവുട്ടി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അവൻ വരികയല്ലേ ഇന്ന്? അതെ, അതുകൊണ്ടാ ഇന്ന് ഞാനും വിവേകേട്ടനും മാത്രം മതി ഇവിടെ. എന്നതാ പ്രശ്നം? അത് പറ. പറയേണ്ട സമയമാകുമ്പോ പറയാം. സച്ചിദാനന്ദ വീട്ടിലേക്കാണ് ഞാൻ വരികയല്ല. അത് ശരിയാകുകയല്ല. വരാനോ? അച്ഛനുണ്ടോ അവിടെ? അച്ഛനല്ലേ, അല്ലാതെ കാണ്ടാമൃഗമൊന്നും അല്ലല്ലോ. ഒത്തിരി നേരമായി നീ വന്നിട്ട്? കുറച്ചു നേരമായി. ശരി കേട്ടാ, ബൈക്ക് ഞാനൊന്ന് എടുക്കുവാണേ. നീ എന്നാ ഇരുട്ടത്തിരിക്കുന്നേ? അമ്മയും കൊച്ചൂടെ? ഇതെന്നാ ഈ കുറ്റിയൊക്കെ ഇട്ടിരിക്കുന്നു? നീ എന്നാ പണിയെ കാണിക്കുന്നത്? നീ എന്നാ തന്നെ വാല് മുട്ടിയ? വാതിലോർക്കാൻ നിങ്ങൾ എന്നാ ഇവിടെ? എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുന്നു ഞാൻ പറഞ്ഞത്. ഇവിടെ വെച്ചാവുന്നു കരുതിയില്ല അല്ലേ വിവേകാനന്ദൻ? നിങ്ങളെന്നാ എന്നെ വിചാരണ ചെയ്യാൻ പോവാണോ?
അടങ്ങിയിരിക്കണോ? ഇനി ഞങ്ങൾ പറയണത് താൻ അനുസരിക്കും, മനസ്സിലായോ? മിസ്റ്റർ വിവേകാനന്ദൻ, എന്റെ യൂട്യൂബ് ചാനലിനെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ളതാ. ഐഷൂസ് വ്ലോഗ്. ഇന്നത്തെ എപ്പിസോഡ് മാസാവുന്ന ഞാൻ രാവിലെ മുതൽ പ്രമോ വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യൂവേഴ്സ് കട്ട വെയിറ്റിംഗ് ആയിരിക്കും. നമുക്കിന്ന് തുടങ്ങിയാലോ? ഞാൻ ലൈവ് പോകാൻ പോവാം. ഓക്കെ, അവിടെ എല്ലാം സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, എല്ലാം ഓക്കെയാണ്. ഓ, ഓൾ ദി ബെസ്റ്റ്. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഐഷു. വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ലോഗ്. സാധാരണ ഞാൻ റെക്കോർഡഡ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ലൈവിൽ വന്നതിന് ഒരു പ്രത്യേക റീസൺ ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ മനസ്സിലാവും. ഇന്നിപ്പോ ഈ ലൈവില് ഞാനൊരു പ്രശ്നം അവതരിപ്പിക്കാൻ പോവാ. സൊല്യൂഷൻ നിങ്ങൾ പറയണം. ആൻഡ് യു ഹാവ് ടു സജസ്റ്റ് ദ ക്ലൈമാക്സ് ടു. ഓക്കെ, ദെൻ വാച്ച്. ഞാനിപ്പോ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു വില്ലേജിലെ ഒരു വീട്ടിലാണ്. വിവേകാനന്ദൻ എന്ന ആളുടെ വീട്ടിൽ. ഈ വിവേകാനന്ദനാണ് ഇന്നത്തെ നമ്മുടെ ലൈവിലെ താരം. വിവേകാനന്ദനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അയാളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 പേരെ ഞാൻ പരിചയപ്പെടുത്താം. സിത്താര വന്ന്. ഇത് സിത്താര, വിവേകാനന്ദന്റെ ഭാര്യയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി സിത്താര പറയും. നമസ്കാരം. ഞാനൊരു സാധാരണ സ്ത്രീയാ. ഇത് കണ്ടോ ചേട്ടായി? ഇത് എന്നാ സംഭവം? 7 വർഷമായി. ഒരു മോളുണ്ട്. ഹസ്ബൻഡിന്റെ അമ്മയുടെ കൂടെ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. വിവേകേട്ടൻ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരാളാ. വളരെ മാന്യൻ. ഇവിടെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ വിവേകേട്ടനെ കുറിച്ച് നല്ല അഭിപ്രായ. സച്ചേട്ടാ, നല്ല സ്നേഹമുള്ള ഇത് കണ്ടോ? പക്ഷെ ഇതൊന്നുമല്ല വിവേകാനന്ദൻ. രാത്രി ഞങ്ങൾ ഒറ്റയ്ക്കാവുമ്പോ വിവേകേട്ടൻ മറ്റൊരാളാണ്. സിത്താര ബാക്കി പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടണം. ഞാൻ ഡയാന, വിവേകാനന്ദന്റെ പാർട്ട്ണറാണ്. കഴിഞ്ഞ 4 വർഷമായി എറണാകുളത്തെ എൻ്റെ വീട്ടിൽ വി ആർ ലിവിങ് ടുഗദർ. വിവേകാനന്ദന് വേറെ ഭാര്യയും കുടുംബം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളുടെ കൂടെ ജീവിതം തുടങ്ങിയത്. എൻ്റെ പേഴ്സണൽ പ്രോബ്ലംസും അപ്പോഴത്തെ സാഹചര്യങ്ങളും കൊണ്ട് ഞാൻ അയാളെ വിശ്വസിച്ചൊപ്പം ജീവിച്ചു. സിത്താരയ്ക്കൊന്നും അറിയില്ലായിരുന്നു ഇന്നലെ ഞാൻ പറയുന്നത് വരെ. ആദ്യമൊക്കെ വിവേകിൻ്റെ പെരുമാറ്റം എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തിരുന്നു. പിന്നെയാണ് ഇയാൾ ശരിക്കും എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഭാര്യയുള്ളൊരു പുരുഷനെ ഒരു ബാധ്യം കൂടാതെ സ്നേഹിച്ചതിനെയും അയാളുടെ കൂടെ ജീവിച്ചതിനെയും ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഈ വീഡിയോയിൽ അയാളുടെ ഭാര്യയും ഞാനും ഒരുമിച്ച് വരാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം 2 പേരും ഷെയർ ചെയ്ത അവരുടെ എക്സ്പീരിയൻസസ് ആണ്. ഒരേപോലെ അനുഭവിച്ച മെന്റൽ ട്രോമ, ഫിസിക്കൽ അബ്യൂസ്. നോർമലി പരസ്പരം ഏറ്റുമുട്ടേണ്ടിയിരുന്ന 2 സ്ത്രീകൾ അവരുടെ എക്സ്പീരിയൻസസ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ഒരുമിച്ച് വന്നതിന്റെ റീസൺ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. അതിന് കാരണക്കാരനായ നേരത്തെ ഞാൻ പറഞ്ഞ ആ ലൈവിലെ താരം നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യമേ പറയാം, ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. അയാളുടെ എന്ത് റിയാക്ഷനും ഞങ്ങൾ ഉത്തരവാദികളല്ല. ലുക്ക് അറ്റ് മിസ്റ്റർ വിവേകാനന്ദൻ. ഈ അവസ്ഥ ഇയാൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. Men are different types and of course women too. അതുകൊണ്ട് ഈ ലൈവ് കാണുന്നവരാരും ഇതിനെ ജനറലൈസ് ചെയ്ത് ഇയാളെ ന്യായീകരിക്കാൻ വരരുത്. ഇത്രയും നാളും സ്നേഹവും കരുതലും അഭിനയിച്ച് ഇയാൾ ഞങ്ങളെ ചീറ്റ് ചെയ്യായിരുന്നു. സെക്സ് എന്ന് പറയുന്നത് പാർട്ട്ണറിന്റെ കൺസെന്റ് ആവശ്യമില്ലാത്ത ആണിന്റെ അവകാശം എന്ന് കരുതുന്ന ഒരുത്തന്റെ ആണധികാരത്തിന്റെ ഇരകളാണ് ഞാനും സിത്താരയും. അതുകൊണ്ട് ഇങ്ങനെ ഇവർ റിയാക്ട് ചെയ്തതില് ഇവരെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾ പറ.
ഗതികേടുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി ഇത് സഹിക്കാൻ വയ്യ. ഇയാളെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് ചെയ്തു കൂട്ടിയ ടോർച്ചറിങ്ങിന് ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ മിസ്റ്റർ വിവേകാനന്ദൻ? മതിടാ, അതോ എനിക്കത് കാണാൻ വയ്യ. പോക്കരുത്തരല്ലേ കാണിക്കുന്നത്? പപ്പഞ്ചേട്ടൻ എഴുന്നേറ്റ് അവിടം വരെ ഒന്ന് പോയിച്ചു വരാം. ഇതൊക്കെ ഞാനുണ്ട്. എന്നോട് ആരും വരണ്ട. ഞാനില്ലാണ്ട് പപ്പൻചേട്ടൻ ഇങ്ങോട്ടാ. അതിന് ഞാൻ അങ്ങോട്ടല്ലടാ, വീട്ടിലോട്ടാ. അവിടെ സാവത്തി ടീച്ചറില്ലേ, അവിടെ വാലിക്കുമ്പോഴും പപ്പൻചേട്ടൻ കേൾക്കേണ്ടി വരും കേട്ടോ. ജോയി ഒന്നോട് വെച്ചാ. ഒറ്റയ്ക്ക് പോണ്ട, അപ്പുറത്തൊന്ന് ബിജുവിനെ കൂടെ വിളിച്ചേച്ചു പോ. നമ്മുടെ സ്റ്റേഷൻ പരിധിയിലല്ലേ ഇടപെടണ്ടേ സാറേ? വെട്ടോടത് കണ്ടോണ്ടിരിക്കല്ലേ. പരാതി എന്തെങ്കിലും കിട്ടിയിട്ട് മതി സാറേ. ഒന്നാമതേ സ്ത്രീകളോടുള്ള ഇടപാടാ. മേഴ്സി പറഞ്ഞാ കറക്റ്റ്. എന്നാലും നല്ല ഉഷാറാണല്ലേ മേഴ്സിയെ? പെണ്ണുങ്ങളോട് കളിക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ല സാറേ. അതിപ്പോ എന്തിനാ എന്നോട് പറയണ മേഴ്സിയെ? ജോബും പോക്കേ. ചേച്ചി എന്നതീ കാണിക്കുന്നേ? വിവേകത്തിന് കെട്ടഴിച്ചോട്ടെ. മനസ്സില്ല. എടാ സച്ചി, ചെന്ന് നോക്കിച്ച് വേടാ പറയുന്നത് കേൾക്കാൻ. ഒന്ന് ചെല്ല് സജ്ജേട്ടാ. നിന്റെ ചേട്ടനില്ലേടാ? ചേട്ടൻ നാട്ടുകാർ മൊത്തം കണ്ടോണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഞാൻ എന്നെ ചെയ്യാനാ? ചെല്ല്, ചെല്ലേ പറഞ്ഞേ. അത് ശരിയാകത്തില്ല. ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട്. എനിക്കൊന്നും അറിയാൻ മേല. കഥ കൂട്ടിയേക്കോ? പ്രശ്നമാവോ ഐഷു? എന്ത് പ്രശ്നം? നമ്മളിത് ആദ്യം പ്രതീക്ഷ. ഹലോ, ആ പരമിതിനെ. എടോ, ലൈവ് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക. വ്യൂവേഴ്സ് 2 മില്യൺ കഴിഞ്ഞു. ഞാൻ കാണുന്നുണ്ട്. ഓ, കമന്റ്സിന്റെ പെരുന്നാളാ. പക്ഷെ കൂടുതലും അയാൾക്ക് സപ്പോർട്ടാ. അത് കാര്യം കണ്ട ഞരമ്പ് രോഗികളല്ലേ കൂടുതലും. അയാൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നാ കൂടുതൽ ആൾക്കാരും. നമുക്ക് നോക്കാം. അതെ, ഇയാളുടെ കെട്ടഴിക്കണമെന്ന് ഇയാൾ പറയുന്നതൊക്കെ കേൾക്കണമെന്നും പറഞ്ഞ് ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ട്. എന്താ വേണ്ടേ? ഇയാള് പറയട്ടല്ലേ? ഡിയർ വ്യൂവേഴ്സ്, ഞങ്ങൾ ഇയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ മനുഷ്യാവകാശത്തിനോ ഒന്നും എതിരല്ല. ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞോട്ടെ, അല്ലെ? നമുക്ക് കേൾക്കാം. ഐഷു പറഞ്ഞത് കേട്ടിട്ടല്ല, ഞങ്ങൾ അനുഭവിച്ചതാ. ഞങ്ങൾ തുറന്നു പറഞ്ഞത്. എന്റെ കൂടെ കൂടി എന്റെ കാശ് കൂടെ അടിച്ചെടുത്തിട്ട് ഇയാൾ ഇതും പറയും, ഇതിനപ്പുറം പറയും. ഞാനിതൊന്നും മറുപടി പറയുന്നില്ല. നീ ഇവര് പറയണത് കേൾക്കണ്ട. മര്യാദയ്ക്ക് കെട്ടഴിച്ചൂടെ? പിന്നെ ഭാര്യ ആ പ്രിവിലേജ് കൊണ്ട് ഇനി അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇവളുമാർക്ക് വട്ടാടാ. നീ എന്നെ ഓഫീസിലത്തെ പണിക്ക് നിൽക്കല്ലേ, പൊക്കം അവിടുന്ന്. ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങള് പിടിച്ചെടുക്കും. ഇനി കേട്ടാലേ നമ്മുടെ മാന്യത പോവും. സിത്താരെ, മതിയാക്കാം. കുറച്ചു നേരം മിണ്ടാതിരിക്കട്ടെ.